ഗൈസ്, അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ ഈ ചട്ടി പുരട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് കറി വെച്ച ചട്ടി കറിയൊക്കെ എടുത്ത് കഴിയാൻ നേരത്ത് എംടി ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് ചോറ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പുരട്ടി കഴിക്കുന്ന ഒരു പരിപാടി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ആമ്പിള്ളേരായിരുന്ന സമയത്ത് ഞങ്ങളുടെ നടുവിലെ ചേട്ടൻ സുനിൽ ചേട്ടനായിരുന്നു ഇങ്ങനെ ചട്ടി പുരട്ടിച്ചത്. പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്ടി എടുത്ത് ഒളിച്ചു വെച്ചിട്ട് പുള്ളിക്ക് മാത്രമായിട്ട് പുരട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് പുള്ളി ചെയ്ത് വെച്ചത്. എസ്പെഷ്യലി ഈ പപ്പാസ്, ഇറച്ചിക്കറി, കോഴിക്കറി, കുടൽക്കറി ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ മെയിൻ പരിപാടിയായിരുന്നു ചട്ടി പുരട്ടൽ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കക്ക മേടിച്ചു. കക്ക കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി, നല്ലൊരു ഫ്രൈ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചട്ടി കക്ക എടുത്തു കഴിഞ്ഞപ്പോൾ ആ ചട്ടി എംടി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചട്ടി ഒന്ന് പുരട്ടിയാലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചട്ടി പുരട്ടുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കണം. എന്റെ മക്കളൊക്കെ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അവരൊന്നും ഇത് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു രീതിയൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി, പണ്ട് കാലത്ത് ഇങ്ങനെ ചട്ടിയൊക്കെ പുരട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയ കാലത്തിലേക്കുള്ള ഒരു പോക്കാണ്. പണ്ട് ഞാനും എൻ്റെ ചേട്ടന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു സംഭവം എൻ്റെ മക്കളെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവരും അത്ഭുതപ്പെട്ടു. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.